ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ കാണാൻ പോകുന്ന കസിൻസിൻ്റെ കല്യാണം എന്ന് പറഞ്ഞ മലയാളം വെബ് സീരീസിൻ്റെ എപ്പിസോഡ് 20 ഇതിന് മുമ്പുള്ള എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടില്ല, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഗൈസ്. കാണാത്തവർ തീർച്ചയായും കാണുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു എപ്പിസോഡ് തുടങ്ങുന്നതിന് നമ്മുടെ ദിയജയെ വിളിച്ച് ഫോണിൽ സംസാരിക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം നമ്മുടെ മനു കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവൻ അവിടെ വിഷമിച്ചിരിക്കുന്ന സമയത്തേക്ക് ചന്തു അങ്ങോട്ട് വന്നിട്ട് അവനെ സമാധാനിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നീ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്, നിനക്ക് ഞാൻ അവളെ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് സെറ്റാക്കി തരുമെന്ന് പറയുകയാണ്. എന്നിട്ട് മനുവിനോട് പറയുകയാണ്, ഞാനാണ് നിൻ്റെ ലവ് കോച്ച് എന്നും പറഞ്ഞ് നീ എന്നെ അനുസരിക്കണം ും പറഞ്ഞ് അവൻ്റെ അടുത്ത് പറയുകയാണ്. അങ്ങനെ ഇപ്പം നമ്മുടെ പ്രജിത്തണ്ണനും ആ ഒരു വീട്ടിലോട്ട് വരികയാണ്. വന്ന ഉടനെ തന്നെ നമ്മുടെ പ്രജിത്തണ്ണനും ആ ഒരു വീട്ടിൽ ദിയെ കാണുകയാണ്. ഇപ്പം നമ്മുടെ ദിയെ എങ്ങോട്ടോ പോകുന്നുണ്ട്, പ്രജിത്തണ്ണനും അവളുടെ പുറകിലോട്ട് പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ അവളൊരു മരത്തിൽ നിന്ന് അവളുടെ ബോയ് ഫ്രണ്ടായ ജയെ വിളിച്ച് സംസാരിക്കുകയായിരുന്നു. ഇതൊന്നും അറിയാതെ നമ്മുടെ പ്രജിത്തണ്ണനും അവളുടെ അടുത്ത് വന്ന് സംസാരിക്കുകയാണ്. പക്ഷേ ഇതൊന്നും നമ്മുടെ ദിയെ കേൾക്കാതെ അവൾ ഫോണിൽ ജയെ വിളിച്ചിട്ട് കീറിങ്ങായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ പ്രജിത്തണ്ണനെ തെറ്റിദ്ധരിച്ച് തൻ്റെ അടുത്താ പറയുന്നതെന്നും പറഞ്ഞ് ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ ഇതെല്ലാം ദൂരെ നിന്ന് വിജിത്ത് കാണുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ദിയ പോയടനെ തന്നെ വിജിത്ത് ഇപ്പോൾ പ്രജിത്തണ്ണൻ്റെ അടുത്ത് പറയുകയാണ്, എൻ്റെ അടുത്തല്ല ദിയ ഇത്രയും നേരം സംസാരിച്ച ഫോണിലാണെന്ന്. അങ്ങനെ ഇപ്പം നമ്മുടെ പ്രജിത്തണ്ണനെ വിളിച്ചുകൊണ്ട് അവൻ അവിടെ നിന്ന് പോകുകയാണ്. അങ്ങനെ ഇപ്പം നമ്മുടെ മനു ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തേക്ക് അവൻ്റെ അമ്മ ഇങ്ങോട്ട് വരികയാണ്. എന്നിട്ട് അവനോട് പറയുകയാണ്, എന്താണ് നിനക്ക് എന്നോട് ഇത്ര ദേഷ്യമെന്ന് മനുവിനോട് ചോദിക്കുകയാണ്. ഇത് കേട്ടോടെ തന്നെ നമ്മുടെ മനു അവിടെ നിന്ന് ദേഷിച്ച് പോവുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്ന നമ്മുടെ കല്യാണപ്പെടേണ്ട ചിറ്റപ്പന ആ ഒരു വീട്ടിലോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് അവരോട് പറയുകയാണ്, ഒരു വീട്ടിലെ സൈസ് അല്ല, എനിക്കൊന്ന് അളക്കണം, അതിന് വേണ്ടി ഞാൻ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്, അവൻ ഇനി എല്ലാം ചെയ്തോളെന്നും പറഞ്ഞ് അവനെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് നമ്മുടെ ചിറ്റപ്പനും അങ്ങോട്ട് വെള്ളിലോട്ട് നിൽക്കുന്ന സമയത്തേക്ക് അവിടെ നമ്മുടെ മനുവിൻ്റെ അനിയത്തിരുന്ന് ഊഞ്ഞാലാടുകയാണ്. ഇത് കണ്ടോടനെ തന്നെ ചിറ്റപ്പനും അവളോട് പറയുകയാണ്, ഞാൻ ഊഞ്ഞാൽ ആട്ടിത്തരാമെന്ന്. എന്നിട്ട് ആ ഊഞ്ഞാൽ നല്ല ഉയരത്തിലോട്ട് ആട്ടി വിടുകയാണ്. ഇത് കണ്ടോടനെ തന്നെ നമ്മുടെ മനുവിൻ്റെ അനിയത്തി പേടിച്ച് നിർത്താൻ പറയുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഇങ്ങനെ ചെയ്ത തറയെ വീഴത്തില്ലയോ എന്ന്. ഇത് കേട്ടോടനെ തന്നെ ചിറ്റപ്പനും പറയുകയാണ്, ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് നല്ല ആകാശം ഊഞ്ഞാലാടുമായിരുന്നു, എന്നിട്ട് ഞാൻ തറയെ വീണിട്ടില്ലെന്ന് പറയുകയാണ്. ഇത് കേട്ടോടനെ തന്നെ നമ്മുടെ മനുവിൻ്റെ അനിയത്തി ഒന്ന് കാണിച്ചു തരുമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടോടനെ തന്നെ നമ്മുടെ ചിറ്റപ്പനും ഒരു ഊഞ്ഞാലിൽ കയറി ആടുകയാണ്. പെട്ടെന്ന് നമ്മുടെ ചിറ്റപ്പൻ്റെ വെയിറ്റ് താങ്ങാതെ ആ ഒരു ഊഞ്ഞാൽ പൊട്ടി തറയിൽ വീഴുകയാണ്. അങ്ങനെ നമ്മുടെ ചിറ്റപ്പൻ ബോധം കെട്ട് കിടക്കുന്നതുകൊണ്ട് നമ്മുടെ മനുവിൻ്റെ അനിയത്തി ആൾക്കാരെ വിളിച്ച് കൂട്ടുകയാണ്. അങ്ങനെ ഇപ്പോൾ ആൾക്കാരെല്ലാം വന്ന് നമ്മുടെ ചിറ്റപ്പനെ എടുത്തുകൊണ്ട് ഒരു സ്ഥലത്തിരുത്തുകയാണ്. ഇപ്പോൾ ബോധം വന്ന ഉടനെ തന്നെ എൻ്റെ നടുവെല്ലാം വേദന എടുക്കുന്നതെന്ന് പറഞ്ഞ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്നും പറഞ്ഞ് കാറ് കയറ്റി കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ നമ്മുടെ ചന്തു മനും കൂടി ഇരിക്കുന്ന സമയത്തേക്ക് ചന്തു ഇപ്പോൾ മനുവിനോട് ചോദിക്കുകയാണ്, എനിക്ക് ഉപ്പും മുളകും ഇട്ട് മാങ്ങ കഴിക്കാൻ ഭയങ്കര കൊതിയാകും, നമുക്ക് കഴിച്ചാലോ എന്ന്. അങ്ങനെ നമ്മുടെ മനുവിനെയും വിളിച്ചുകൊണ്ട് മേളിലൂടെ ചെല്ലുകയാണ്. അങ്ങനെ ഇപ്പോൾ മുകളിൽ ചെന്ന് എല്ലാവരെയും നോമ്പി വെച്ച് മാങ്ങ എറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് അശ്വതി എല്ലാവരോടും പറയുകയാണ്, ഇങ്ങനെയൊക്കെ നടന്നാൽ മതി, നമുക്ക് കല്യാണത്തിനുള്ള ഡ്രസ്സ് മേടിക്കേണ്ടതെന്ന്. ഇത് കേട്ടോടനെ ചന്തുവും പറയുകയാണ്, എൻ്റെ അതിനുള്ള പൈസ ഇല്ലെന്ന്. അശ്വതി അവരോട് എല്ലാവരോടും പറയുകയാണ്, നിങ്ങളാരും പൈസ തരണ്ട, ഞാൻ പൈസ ഇട്ടോളാം, നിങ്ങളെല്ലാവരും വന്നൊന്ന് സെലക്ട് ചെയ്താൽ മതി എന്നും പറഞ്ഞ് അവരെയും വിളിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ പോകുന്നതിന് മുമ്പ് നമ്മുടെ ചന്തു ഇപ്പോൾ മനുവിനെ വിളിച്ചിട്ട് പറയുകയാണ്, അവളെ സെറ്റാക്കണമെങ്കിൽ നിനക്ക് ഒരു ലൈൻ ഉണ്ടാകും, നീ പറയണമെന്ന് പറയുകയാണ്. അതിനുവേണ്ടി നീ 5-6 ഹിന്ദി സിനിമയിലെ കഥയെല്ലാം പഠിച്ച് വെച്ചോളാം നമ്മുടെ മനുവിനടുത്ത് ചന്തു പറയുകയാണ്. അങ്ങനെ ഇപ്പോൾ എല്ലാവരും കൂടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ ചന്തു ഇപ്പോൾ മനുവിനോട് പറയുകയാണ്, നീ ആ കഥ പറയാൻ. ഇത് കേട്ടുകൊണ്ട് തന്നെ മനു ഇപ്പോൾ കാറ് പാർക്ക് ചെയ്തിട്ട് അവരോട് എല്ലാവരോടും പറയുകയാണ്, എൻ്റെ ബാംഗ്ലൂരിലുള്ള കാലഘട്ടത്തിലുള്ള കഥ ഞാൻ നിങ്ങളത് പറയാൻ പോവുകയാണെന്ന്. അതോടുകൂടി ഇപ്പോൾ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുകയാണ്.